ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനം. ഏകദേശം 200 വർഷത്തോളം ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൽ കീഴിലുള്ള ഇന്ത്യ മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ പ്രമുഖർ നയിച്ച സ്വാതന്ത്ര്യ പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ചു. 1947 ഓഗസ്റ്റ് 15-ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഡോക്ടർ BR അംബേദ്കർ അധ്യക്ഷനായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി പുതിയ ഭരണഘടന എൻറോൾ ചെയ്യാനുള്ള മഹത്തായ ദൗത്യം ഏറ്റെടുത്തു. 1946 ഡിസംബർ 9-ന് ആദ്യമായി യോഗം ചേർന്ന് ഭരണഘടനാ അസംബ്ലി വിപുലമായ സംവാദങ്ങളിൽ ഏർപ്പെട്ടു. അതിന്റെ ഫലമായി 1950 ജനുവരി 26-ന് അന്തിമ ഭരണഘടന അസംബ്ലി അംഗീകരിച്ചു. ഈ ചരിത്ര ദിനം ഇന്ത്യയെ ഔദ്യോഗികമായി ഒരു റിപ്പബ്ലിക് രാജ്യമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തി. 1930-ൽ ഇതേ ദിവസം നടത്തിയ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിവസം തെരഞ്ഞെടുത്തത്. നമുക്ക് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള ചില പ്രധാനപ്പെട്ട വസ്തുതകൾ നോക്കാം. 1. പ്രിയാമ്പിൾ. ആദർശങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന ഒരു ആമുഖത്തോടെയാണ് ഭരണഘടന ആരംഭിക്കുന്നത്. അത് നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയെ ഊന്നി പറയുന്നു. 1976-ലെ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി എന്നിവ ആമുഖത്തിൽ ചേർക്കപ്പെട്ടു. 2. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒന്നാണ് ഇന്ത്യൻ ഭരണഘടന. 395 ആർട്ടിക്കിൾസും 8 ഷെഡ്യൂളുകളും 22 ഭാഗങ്ങളും ഉണ്ടായിരുന്നു. വർഷങ്ങളായി ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ 472 പേജുകൾ ദൈർഘ്യമുള്ളതും 448 ആർട്ടിക്കിൾസ് 25 ഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. 12 ഷെഡ്യൂളുകളും 100-ലധികം ഭേദഗതികളും ഉൾപ്പെടുന്നു. 3. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. 1935-ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് US, കാനഡ, ഓസ്ട്രേലിയ എന്നിവയുൾപ്പെടെ വിവിധ ഭരണഘടനാ സ്രോതസ്സുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയിരിക്കുന്നത്. 4. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനത്തോടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഫെഡറൽ ഘടന സ്ഥാപിക്കുന്നു. എന്നിരുന്നാലും ശക്തമായ ഒരു കേന്ദ്രം കാരണം ഇത് പലപ്പോഴും ക്വാസി ഫെഡറൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. 5. രാഷ്ട്രപതി രാഷ്ട്രതലവനും പ്രധാനമന്ത്രി സർക്കാരിന്റെ തലവനുമായ ഒരു പാർലമെന്ററി സംവിധാനമാണ് ഇന്ത്യ പിന്തുടരുന്നത്. മന്ത്രിസഭയുടെ ചുമതല പാർലമെന്റിനാണ്. 6. ഭരണഘടനയുടെ 3-ാം ഭാഗം ഇന്ത്യൻ പൗരന്മാർക്ക് തുല്യത, സംസാര സ്വാതന്ത്ര്യം, അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം, ജീവിക്കാനുള്ള അവകാശം, മതസ്വാതന്ത്ര്യം എന്നിവ ഉൾപ്പെടെയുള്ള മൗലികാവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. 7. ഭരണഘടനയുടെ 4-ാം ഭാഗം നിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അവ രാജ്യത്തെ സാമൂഹികവും സാമ്പത്തികവുമായ നീതി സ്ഥാപിക്കുന്നതിനുള്ള സർക്കാരിനുള്ള മാർഗനിർദ്ദേശങ്ങളാണ്. 8-ാമത്തെ കാര്യം, ആർട്ടിക്കിൾ 368-ൽ ഭരണഘടന സ്വന്തം ഭേദഗതിക്ക് വ്യവസ്ഥ ചെയ്യുന്നു. പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെ ഭേദഗതികൾ വരുത്താം. 9-ാമത്തെ കാര്യം, എല്ലാ മതങ്ങളോടും തുല്യ പരിഗണനയും ആരാധനാ സ്വാതന്ത്ര്യവും ഉറപ്പാക്കിക്കൊണ്ട് ഇന്ത്യയെ ഒരു മതേതര രാഷ്ട്രമായി ഭരണഘടന പ്രഖ്യാപിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് ക്രിയാത്മകമായി സംഭാവന നൽകേണ്ടത് നമ്മുടെ കടമയാണ്. ഇന്ന് ദേശീയ പതാക ഉയരുമ്പോൾ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയെക്കുറിച്ച് ലോകത്തെ ഓർമ്മപ്പെടുത്താം. ഒപ്പം രാജ്യത്തിന്റെ പുരോഗതിയിൽ സജീവ പങ്കാളികളാകാൻ അത് ഓരോ ഇന്ത്യൻ പൗരനും പ്രചോദനമാകട്ടെ. ജയ് ഹിന്ദ്.